നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വാഗ്ദാനങ്ങളൊക്കെ നടത്തി ജനങ്ങളെയൊക്കെ പറ്റിച്ച് അവസാനം ജനങ്ങളെല്ലാം കൂടെ പ്രതിഷേധമൊക്കെ ആയിട്ട് ചെന്നപ്പോഴാണ് 4 ദിന വാഗ്ദാനങ്ങൾ അവർ നടത്തുകയുണ്ടായി. ആ വാഗ്ദാനങ്ങളെല്ലാം അവസാനം കർണാടക സർക്കാരിന് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതോടുകൂടി ഖജനാവ് തകർന്ന തരിപ്പണമാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് കർണാടകയിൽ അവരുടെ KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്ന് ആദ്യമേ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം നോക്കാം. തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയതിനെ തുടർന്ന് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതായത് കേരളത്തിലെ KSRTC പോലെ കർണാടക ഇപ്പോൾ നഷ്ടത്തിലേക്ക് തകർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 മാസം കൊണ്ട് 295 കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക KSRTCക്ക് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഏറ്റവും ചുരുങ്ങിയത് 20% ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയ ശേഷം കഴിഞ്ഞ വർഷം ആരംഭിച്ച ശക്തി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നു. സ്ത്രീകൾക്കിടയിൽ ഉടനടി ഹിറ്റായി മാറിയ പാർട്ടിയുടെ പ്രധാന വോട്ടെടുപ്പ് പ്ലാനുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നിരുന്നാലും ഈ പദ്ധതിയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കാൾ കൂടുതലാണ്. വകുപ്പിനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അതായത് കർണാടക KSRTCക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചേ വഴിയുള്ളൂ. വേറെ ഒരു വഴിയും അവരുടെ മുന്നിലില്ല. KSRTC ചെയർമാൻ SR ശ്രീനിവാസ് വ്യക്തമാക്കിയത് ഈ കാര്യമാണ്. അതാണ് അദ്ദേഹം സിദ്ധരാമയ്യക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ചേരുന്ന ബോർഡ് യോഗത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനമെടുത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരക്ക് വർധന ആവശ്യത്തിൽ നിന്ന് കോർപ്പറേഷനിൽ പുറകോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന് കണക്കുകൂട്ടലിലേക്കാണ് കോർപ്പറേഷൻ അധികൃതർ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി നിരക്ക് വർദ്ധിപ്പിക്കാനായി ധാരണയായതും അവർ രംഗത്തേക്ക് വന്നത്. 15 മുതൽ 20% വരെ ചാർജ് കൂട്ടണമെന്നാണ് KSRTC ചെയർമാൻ SR ശ്രീനിവാസ് സർക്കാരിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോർപ്പറേഷൻ നിലനിൽക്കണമെങ്കിൽ ചാർജ് വർധന അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോർപ്പറേഷന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നിരക്ക് വർധന മാത്രമാണ് വഴിയെന്നും നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ രാജു ഖാർഗെയും വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ മൂലം കോർപ്പറേഷന് വരുമാനം നഷ്ടമുണ്ടാകുന്നുണ്ടെന്നും ഖാർഗെ പറയുന്നു. കേരളത്തിൽ നിന്നും നിരവധി യാത്രക്കാരുള്ള ബംഗളൂർ മൈസൂർ റൂട്ടുകളിൽ ഈ നിരക്ക് വർധന ബാധിച്ചേക്കും. നിലവിൽ 20% വരെ നിരക്ക് വർധനയാണ് കോർപ്പറേഷനുകളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10% വർധനയെങ്കിലും സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത. ലോക്കൽ ബസ്സുകളിൽ മിനിമം ചാർജ് 2 രൂപ കൂടും. അന്തർ സംസ്ഥാന ബസ്സുകളുടെ ചാർജുകളിൽ ഈ വർധന കാര്യമായി പ്രതിഫലിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ, അതായത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നിലവിൽ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന KSRTC ബസ്സുകൾ വരെ ഇപ്പോൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ വില വർധനയ്ക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അതായത് ഇപ്പോൾ KSRTCക്ക് വില കൂട്ടുന്നു. ഇനി അടുത്ത പച്ചക്കറി ഉൾപ്പെടെ കറണ്ട്, വാട്ടർ ഉൾപ്പെടെ ഓരോ ഇതിലേക്കും വില വർധന കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സിദ്ധരാമയ്യ സർക്കാർ കർണാടകയെ തകർക്കാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ KSRTCയിൽ വില വർധനയ്ക്ക് സിദ്ധരാമയ്യ സർക്കാർ തയ്യാറാകാൻ പോകുന്നു എന്നൊരു വാർത്ത. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.